നമസ്തേ. സ്ത്രീ ശക്തി വിളിച്ചോതി ഈ മാസം 19 മുതൽ 26 വരെ എറണാകുളം എളമക്കര സരസ്വതി വിദ്യാനികേതനിൽ നടന്ന വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ദുർഗാവാഹിനി ശൗര്യ പ്രശിക്ഷൺ വർഗ് സമാപിച്ചു. സിഫ്റ്റ് പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ ആശാലത അധ്യക്ഷയായ ചടങ്ങിൽ വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ മുഖ്യപ്രഭാഷണം നടത്തി. സംപൂജ്യ ദേവിക ചൈതന്യ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ദുർഗാവാഹിനി സംസ്ഥാന സംയോജിക നീതു ജനാർദ്ദനൻ സമാപന സമ്മേളനത്തിന് നേതൃത്വം വഹിച്ചു. സാമൂഹിക സുരക്ഷാ അന്തരീക്ഷം മാറുന്ന ഈ കാലഘട്ടത്തിൽ ദുർഗാവാഹിനിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഹിന്ദു ബാലികമാർ ഭാഗ്യവതികളാണെന്ന് അധ്യക്ഷ ഡോക്ടർ ആശാലത പറഞ്ഞു. കൂടെ നിൽക്കുന്നവരെയും ഗൈഡ് ചെയ്ത് നല്ല വ്യക്തിത്വങ്ങളാകണമെന്നും ആശാലത അഭിപ്രായപ്പെട്ടു. നമ്മൾ ഈ കടന്നു പോകുന്ന കാലഘട്ടം ശരിക്ക് സാധാരണഗതിയിൽ ഒരു പെൺകുട്ടിയോട് ഇന്നത്തെ സമൂഹം, അത് നമ്മുടെ ഇവിടെയുള്ള സമൂഹമല്ല, അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ആവശ്യപ്പെടുന്നത് ഒരു സ്ത്രീ എന്ന രീതിയിൽ ശക്തയാകാൻ വേണ്ടിയിട്ടാണ്. എല്ലാ വർഷവും നമ്മൾ ഇൻ്റർനാഷണൽ വിമൻസ് ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ നമ്മുടെ ദേശത്ത് ശരിക്കും ഹിന്ദു സമൂഹത്തിൽ ജനിച്ച് വളരുന്ന ഒരു പെൺകുട്ടിക്ക് അത്ര പോരാ, സ്വയം ശക്തിയായാൽ പോരാ, ഒപ്പം നിൽക്കുന്നവരെ കൂടി നമ്മൾ സംരക്ഷിക്കേണ്ടി വരും. ഇത് പ്രത്യേകിച്ചും എടുത്തു പറയാൻ എനിക്ക് തോന്നുന്നത്, നമ്മൾ ഈ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ ഏവരെയും ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ കാശ്മീരിൽ പഹൽഗാമിലൊരു സംഭവം നടന്നത് നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. എൻ്റെ മനസ്സിൽ കൂടി അപ്പോൾ ആ സമയത്ത് കടന്നുപോയൊരു ചിന്ത, പലരും ചെറുപ്പക്കാരായ ദമ്പതികളുണ്ടായിരുന്നു. അതിലെ പുരുഷന്മാരെ മാത്രം, ഹിന്ദുക്കളായ പുരുഷന്മാരെ മാത്രം തിരഞ്ഞു പിടിച്ച് അവർ പുരുഷന്മാരെന്ന് ഉറപ്പാക്കിയതിന് ശേഷം ഭാര്യമാരുടെയും അല്ലെങ്കിൽ മക്കളുടെയോ മരുമക്കളുടെയോ ആയ സ്ത്രീകളുടെയും മുൻപിൽ വെച്ച് അവരെ കൊല്ലുകയാണ് ചെയ്തത്. വളരെ നിഷ്ഠൂരമായി. നിങ്ങളുടെ ഇവിടെ ഇപ്പോൾ നടത്തിയ ഈ അഭ്യാസ പ്രകടനമൊക്കെ കണ്ടപ്പോൾ ഇതിൻ്റെ ഒരു പ്രസക്തി ഞാൻ സദസ്സിൽ എന്നോടൊപ്പം ഉള്ള ആളിനോട് പറഞ്ഞത്, ഈ പഹൽഗാം സംഭവം നടക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നത്, കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടികളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു ആയുധം, കുറഞ്ഞ പക്ഷം ഒരു പെപ്പർ സ്പ്രേ എങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് പേരെങ്കിലും രക്ഷപ്പെടുത്താമെന്നായിരുന്നു. അപ്പം നമ്മൾ ശരിക്ക് ഒരു ആയോധന കലയിലും ബൗദ്ധികമായ ഒരു ഔന്നത്യം നമുക്ക് ആവശ്യമാണ്. അതിനൊപ്പം നമുക്ക് ശാരീരികമായും മാനസികമായിട്ടുള്ളൊരു ബലവും ഒക്കെ ഈ കാലഘട്ടത്തിൽ വളരെ അത്യന്താപേക്ഷിതമായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഭാരതത്തിലിപ്പോൾ ഉള്ളത്. അത് ഓരോരുത്തർക്കും മനസ്സിലാണ്. അത് ഹിന്ദു സമൂഹത്തിൽ മാത്രമല്ല ഇപ്പോൾ ആ തോന്നലുള്ളത്, ഇതിനെ അപലപിക്കുന്ന മറ്റു വിഭാഗത്തിൽപ്പെട്ടവരും ഉണ്ട്. അപ്പോൾ ശരിക്കും ഇന്ന് ഇവിടെ സംഘടിപ്പിച്ച് ഇപ്പോൾ അവസാനിക്കുന്ന ഇത്തരം ക്യാമ്പുകളുടെ പ്രസക്തി 10 മടങ്ങ് വർദ്ധിച്ചു വരികയാണ്. ഹിന്ദു ബാലികമാർ ദുർഗാദേവിയുടെ പ്രതീകമാണെന്നും അനീതികൾക്കും അക്രമങ്ങൾക്കുമെതിരെ ദുർഗയെ പോലെ നിന്നവർ പോരാടണമെന്നും സംപൂജ്യ ദേവിക ചൈതന്യ പറഞ്ഞു. നമ്മളോട് ശാസ്ത്രം പറഞ്ഞു തരികയാണ്, നിങ്ങൾക്ക് ഏറ്റവും നല്ല ജീവിതം വേണമോ, എല്ലാറ്റിലും എല്ലാം ഈശ്വരൻ എന്നറിയൂ. ആദ്യത്തത് എന്താണ്? എല്ലാം ഈശ്വരൻ എന്നറിയൂ. നിങ്ങൾ ഭജനയൊക്കെ പാടുമ്പോൾ ചിലപ്പോൾ പാടിയിട്ടുണ്ടാവാം ഈ വരികൾ, എല്ലാം ഈശ്വരൻ എന്നറിയാതെ അല്ലലൊടുങ്ങാനാവില്ല, അല്ലേ? എല്ലാം ഈശ്വരൻ എന്നറിയൂ. അപ്പോൾ ശാസ്ത്രത്തോട് ഞാൻ എന്തു പറയും? എനിക്ക് സാധിക്കില്ല, എല്ലാം ഈശ്വരനായിട്ട് കാണാൻ എനിക്ക് സാധിക്കില്ല എന്ന് പറയുമ്പോൾ ശാസ്ത്രം നമ്മൾക്ക് വേറൊരു ഉപായം പറഞ്ഞു തരും. എല്ലാം ഈശ്വരനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അയാളുടെ ജീവിതം പൂർണ്ണമായിട്ടും സന്തോഷമായിരിക്കും, ആനന്ദമായിരിക്കും. അങ്ങനെയൊന്നും പറ്റില്ല എന്ന്, എനിക്ക് എല്ലാവരെയും ഒന്നും ഈശ്വരനായിട്ട് കാണാൻ പറ്റില്ല, ഈ ടെററിസ്റ്റുകളെ ഒന്നും ഈശ്വരനായിട്ടൊന്നും കാണാനൊന്നും എനിക്ക് സാധിക്കില്ല. അങ്ങനെയാണ് എങ്കിൽ അങ്ങനെ അത്രയും പറ്റില്ല എന്നുള്ളവരോട് വേറൊരു ഉപദേശമാണ്, കുർവന്നേവേഹ കർമാണി ജിജീവിഷേകം ശതകം സമാഹ. അതായത് നിങ്ങളൊരു 100 വർഷം ജീവിക്കാനായിട്ട് കൊതിക്കൂ, ആഗ്രഹിക്കൂ എന്ന് പറയുകയാണ്. അപ്പോൾ ആഗ്രഹിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, അല്ലേ? 100 വർഷക്കാലം ജീവിക്കണം. വെറുതെ എങ്ങനെയൊന്നും ജീവിച്ചാൽ പോരാ, മറ്റുള്ളവരെ ഈശ്വരനായിട്ട് കണ്ട്, ഇനി അത്രയും പറ്റിയില്ല എങ്കിലും മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് ജീവിക്കണം. അങ്ങനെയാണ് എങ്കിലും ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവും. ആദ്യത്തേത് എന്തായിരുന്നു? എല്ലാം ഈശ്വരനായിട്ട് കാണണം. അത് പറ്റിയില്ല എങ്കിൽ 100 വർഷക്കാലം ജീവിക്കാനായിട്ട് ആഗ്രഹിക്കണം, മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട്.
ഇത് രണ്ടും പറ്റില്ല എങ്കിൽ എന്താ ശാസ്ത്രം പറയുന്നതെന്നറിയോ? ഇത് രണ്ടും സാധിക്കാത്തവൻ അന്തേന തമസാവൃത, അവൻ നരകത്തിൽ, അവൻ എവിടെ പോയാലും നരകമായിരിക്കും, അവൻ്റെ ജീവിതവും നരകമായിരിക്കും, അവൻ മറ്റുള്ളവർക്ക് നരകം കൊടുക്കുകയും ചെയ്യും. ഈ ടെററിസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ ഇപ്പം നമ്മൾ കണ്ടില്ലേ, അതൊക്കെ ഇതിൻ്റെ പ്രോഡക്റ്റാണ്. അവരുടെ ജീവിതത്തിൽ ഈ ഭേദം മാത്രമേ ഉള്ളൂ, ഹിന്ദു എന്നുള്ള ഭേദം, മുസ്ലിം എന്നുള്ള ഭേദം. ഈ ഭേദം കണ്ടിട്ടുണ്ട് എങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ ഇങ്ങനെ ആയി തീരും. ഇപ്പം രണ്ട് ചെയ്യാം, മൂന്നാമത്തത് വർജിക്കണം പൂർണ്ണമായിട്ടും. ഏതാ ആദ്യത്തേത്? എല്ലാം ഈശ്വരൻ എന്നറിയണം. ഇനി അതല്ല എങ്കിലോ 100 വർഷക്കാലം മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് ജീവിക്കുമാറാകണം. ഇത് രണ്ടും. മൂന്നാമത്തത് വേണ്ട കേട്ടോ. മൂന്നാമത്തത് ഇത് രണ്ടും ചെയ്യാത്തവൻ അവൻ തമസാൽ ആവൃതനാണ്, അവൻ നരക തുല്യമാണ്, അവൻ നരക തുല്യമാക്കും ഈ ലോകത്തെ. എവിടെയൊക്കെ ഈ തരത്തിലുള്ളത് കാണുന്നുണ്ടോ, ഈ തരത്തിലുള്ള ആളുകളാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇനി ജീവിതത്തിൽ ഇപ്പോൾ എല്ലാം നന്മ ചെയ്തിട്ട് ജീവിക്കുമ്പോൾ തടസ്സങ്ങളൊക്കെ വരില്ലേ? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എന്ത് തടസ്സം വന്നിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് നീക്കാൻ പറ്റും. അനീതിക്കെതിരെ പോരാടാൻ ശബ്ദമുയർത്താൻ കഴിവുള്ള ദുർഗകളെ വാർത്തെടുക്കാൻ ഈ ശിബിരത്തിലൂടെ കഴിഞ്ഞുവെന്നും തങ്ങളുടെ കുടുംബം വിട്ട് ഒത്തൊരുമയോടെ ശിബിരത്തിൽ കഴിഞ്ഞ ഓരോ ദുർഗമാരും ഭാവിയിലെ നമ്മുടെ വാഗ്ദാനമാണെന്നും വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ പറഞ്ഞു. ഹിന്ദു ഒരു മതമല്ലെന്നും ധർമ്മമാണെന്നും മതവും ധർമ്മവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുമ്പോഴാണ് ദുർഗാവാഹിനി പ്രവർത്തനത്തിനും സനാതന ധർമ്മ പ്രവർത്തനത്തിനും കൃത്യമായ ഒരു അർത്ഥം കിട്ടുകയുള്ളൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ 7 ദിവസങ്ങളായി സ്വന്തം ഭവനത്തിൽ നിന്ന് മാറി മാതാപിതാക്കളിൽ നിന്ന് വേർപെട്ടുകൊണ്ട് ഒരാഴ്ചക്കാലമായി കലൂരിൽ ചെറിയ കൊതുകടിയുമൊക്കെ കൊണ്ട് വീട്ടിലെ മെത്തയിൽ കിടന്നിരുന്ന സ്ഥാനത്ത് ബെഞ്ച് കൂട്ടിയിട്ട് ചെറിയ മെത്തയിൽ കിടന്നുകൊണ്ട് ഒന്നിച്ച് ആഹാരം കഴിച്ചുകൊണ്ട് ഒന്നിച്ച് സംഘസ്ഥാനിൽ പങ്കെടുത്തുകൊണ്ട് ഒന്നിച്ച് വ്യായാമങ്ങൾ അഭ്യസിച്ചുകൊണ്ട് ഒന്നിച്ച് കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് ഒന്നിച്ച് ഭജന പാടിക്കൊണ്ട് ഒന്നിച്ച് വ്യായാമം ചെയ്തുകൊണ്ട് കഴിഞ്ഞ 7 ദിനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ 2 കാലഘട്ടങ്ങളായി ഈ 7 ദിവസങ്ങളെ മാറ്റാൻ സാധിക്കുമ്പോഴാണ് ഈ വർഗ് പൂർണ്ണമാകുന്നത്. വർഗിന് മുമ്പുള്ള എൻ്റെ ജീവിതവും ഈ വർഗിന് ശേഷമുള്ള നാളെ തൊട്ടുള്ള എൻ്റെ ജീവിതവും എന്നുള്ള കാലഘട്ടം ചരിത്രം എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കാലഘട്ടവും ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള കാലഘട്ടവും അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുമ്പുള്ള കാലഘട്ടവും അതിനുശേഷമുള്ള കാലഘട്ടവും എന്നൊക്കെ തന്നെ ചരിത്രം എല്ലാത്തിനെയും 2ആയി വേർതിരിക്കുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബപരമായ ജീവിതത്തിൽ, സാമൂഹികവും സംഘടനാപരവുമായ ജീവിതത്തിൽ ഒരു വേർതിരിവിൻ്റെ കാലഘട്ടമായിരുന്നു ഈ 7 ദിവസങ്ങൾ. സംഖ്യാത്മകമായിട്ട് വളരെ മെച്ചപ്പെട്ട ഒരു വർഗമായിരുന്നു ഈ ദുർഗാവാഹിനി വർഗ് എങ്കിലും അതിനെ ഗുണാത്മകമാക്കി മാറ്റുക എന്നുള്ളതാണ് നിങ്ങളിൽ നിക്ഷിപ്തമായിട്ടുള്ള ഏറ്റവും വലിയ കർത്തവ്യം. ലോകത്തുള്ള ഒരൊറ്റ മതസംഹിതയും ലോകത്തെ മതങ്ങളെ നമുക്ക് 2ആയിട്ടാണ് നിർവചിക്കാൻ സാധിക്കുന്നത്. അതിനെ ഹിന്ദു മതമെന്നല്ല പറയുന്നേ, ഹിന്ദു ധർമ്മമെന്നും സെമറ്റിക് മതങ്ങളെന്നും 2 തട്ടിൽ വെക്കുകയാണ് എങ്കിൽ നമ്മുടെ സനാതന ധർമ്മത്തിന് തുല്യമായി ലോകത്തുള്ള എല്ലാ സെമറ്റിക് മതങ്ങളും ചേർന്നാൽ തുല്യമാകുകയില്ല. സെമറ്റിക് മതത്തിന്റെ പ്രത്യേകതയുണ്ട്. ഒരാചാര്യൻ സൃഷ്ടിക്കപ്പെട്ട മതം, അദ്ദേഹത്തിന്റെ ബുദ്ധിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും മണ്ടത്തരങ്ങളും ഒക്കെ എഴുന്നള്ളിക്കുന്ന അനുയായികളെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു വിഭാഗം. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം എഴുതിയിട്ടുണ്ട് എന്ന് പറയുന്ന കാര്യങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന ഒരു ഗ്രന്ഥം. ഇതിനപ്പുറം ആ സെമറ്റിക് മതങ്ങൾക്ക് യാതൊന്നും തന്നെ ഇല്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ച് അതല്ല. നമ്മളിത് പരമമായ ധർമ്മമാണ്, ലോകത്തിൽ ഉദാത്തമായ ഒരു ജീവിത ക്രമമാണ്. ഹിന്ദു മതത്തിനെ പറ്റി എപ്പോഴും ചർച്ചകളാണ്. ഹിന്ദു മതമാണോ? മതമല്ല, മതമാണ്. ഹിന്ദു ജീവിത രീതിയാണോ? ജീവിത രീതിയാണ്, ജീവിത രീതിയല്ല. ഹിന്ദു സംസ്കാരമാണോ? സംസ്കാരമാണ്, സംസ്കാരമല്ല. ഏതുത്തരവും പറയാവുന്ന ഒരു സർവ്വവിജ്ഞാന കോശമാണ് ഹിന്ദു ധർമ്മം എന്ന് പറയുന്നത്. ഹിന്ദു മതമല്ല. ഒരിക്കലും ഹിന്ദുവിനെ മതമെന്ന് നമ്മൾ വിളിക്കാൻ പാടില്ല. അതൊരു സംസ്കാരമല്ല, അതൊരു ധർമ്മമാണ്. ധർമ്മവും മതവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മളുടെ ഈ ദുർഗാവാഹിനി പ്രവർത്തനവും നമ്മളുടെ ഈ സനാതന ധർമ്മ പ്രവർത്തനത്തിനും സ്ഥിരമായിട്ടുള്ള ഒരു അർത്ഥം കിട്ടുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഹിന്ദുധർമ്മത്തെയും സംസ്കാരത്തെയും ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ പ്രാർത്ഥനാ യോഗങ്ങളിലും സാംസ്കാരിക പ്രവർത്തനങ്ങളിലും പങ്കെടുക്കാൻ സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കുകയും മികവുറ്റവരാക്കാൻ ചെയ്യുന്ന ദുർഗാവാഹിനിയുടെ ശിബിരം ഏപ്രിൽ 19-നാണ് ആരംഭിച്ചത്. ധർമാധിഷ്ഠിതമായ ഭാരതീയ സംസ്കൃതിയുടെ അടിസ്ഥാനത്തിലുള്ള ഹിന്ദു മൂല്യങ്ങൾ
സംരക്ഷിക്കാൻ പുതിയ തലമുറയെ നേർവഴിയിലേക്ക് നയിക്കാനും രാഷ്ട്രത്തിന്റെ രക്ഷയ്ക്കായി ഒരുക്കാനും കുടുംബത്തിന്റെയും നാടിന്റെയും രക്ഷയ്ക്കായി മുന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ പ്രാപ്തരാക്കാനുമാണ് ഈ ശിബിരം സംഘടിപ്പിച്ചത്. സഹജീവികളോടുള്ള കരുണ, സ്നേഹം, എങ്ങനെ ഒരു സമൂഹത്തിൽ ജീവിക്കണം തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടെ പഠിപ്പിച്ച് സമൂഹത്തിൽ നല്ല ചിന്താഗതിയുള്ള പുതിയ തലമുറയെ വാർത്തെടുക്കുക, മാരീചന്മാരെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാൻ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ദുർഗാവാഹിനി ശൗര്യ പ്രശിക്ഷൺ വർഗിന്റെ പദസഞ്ചലനം 24 വൈകുന്നേരം എറണാകുളത്തപ്പൻ മൈതാനത്തിൽ നിന്നും ആരംഭിച്ച് ഹൈക്കോടതി ജംഗ്ഷനിൽ അവസാനിച്ചു. ജനപങ്കാളിത്തം കൊണ്ട് പരിപാടി ശ്രദ്ധേയമായി. മതം ചോദിച്ച് വിവസ്ത്രരാക്കി ജീവനെടുക്കുന്ന ഈ കാലഘട്ടത്തിൽ ഹിന്ദു പെൺകുട്ടികൾ, ഹിന്ദു ബാലികമാർ സധൈര്യം നടത്തിയ ഈ പദസഞ്ചലനം ഹൈന്ദവ സമൂഹത്തിന് ആത്മധൈര്യം നൽകുന്നതാണ്. നമ്മുടെ പെൺകുട്ടികൾ വളരട്ടെ, ശീലിക്കട്ടെ, പഠിക്കട്ടെ നമ്മുടെ സംസ്കാരത്തെ. സ്ത്രീശക്തിയുടെ ദുർഗാവാഹിനി എന്നും ഹൈന്ദവ ബാലികമാർക്ക് ശക്തി പകരട്ടെ. ബോലോ ഭാരത് മാതാ കി.